എല്ലാവർക്കും നമസ്കാരം. പ്ലംബിംഗ് ട്രേഡിലെ ഈ മൊഡ്യൂളിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ വാട്ടർ മീറ്റർ ഫിറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കും. കൂടാതെ പമ്പ്, പ്രഷർ ഹെഡ്, ഡെലിവറി പൈപ്പ്, സക്ഷൻ പൈപ്പ് എന്നിവയിലൂടെ ഓവർഹെഡ് ടാങ്കിലേക്ക് വെള്ളം എത്തിക്കുന്നത് ഞങ്ങൾ പര്യവേക്ഷണം ചെയ്യും. ഈ വീഡിയോയുടെ അവസാനത്തോടെ നിങ്ങൾക്ക് ഇവയെല്ലാം ചെയ്യാൻ കഴിയും. CI വാട്ടർ മെയിൻ ലൈനിൽ ഒരു ടാപ്പ് രൂപപ്പെടുത്തുക. CI വാട്ടർ കമ്മ്യൂണിക്കേഷൻ പൈപ്പിൽ ഒരു ഫെറിയോൾ ഫിക്സ് ചെയ്യുക. വാട്ടർ മീറ്റർ ഫിക്സ് ചെയ്യുക. കൺസ്യൂമർ പൈപ്പ് ലൈൻ ഇടുക. ബെഡ് ഫോമിങ്ങിനായി ഇൻസ്റ്റലേഷൻ മെറ്റീരിയൽ തയ്യാറാക്കുക. സെൻട്രിഫ്യൂഗൽ പമ്പും മോട്ടോറും ബെഡിലേക്ക് കമ്മീഷൻ ചെയ്യുക. സക്ഷൻ ലൈനും ഡെലിവറി ലൈനും ബന്ധിപ്പിക്കുക. സക്ഷൻ ലൈനും ഡെലിവറി ലൈനും പരിശോധിക്കുക. സബ്മേഴ്സിബിൾ പമ്പും മോട്ടോറും കൂട്ടിച്ചേർക്കുക. കിണറിൽ പമ്പും മോട്ടോറും സ്ഥാപിക്കുക. പമ്പ് പരസ്പരം ഉപയോഗിക്കുന്നതിന് ഇൻസ്റ്റാളേഷൻ മെറ്റീരിയൽ തയ്യാറാക്കുക. വാൾ ബ്രാക്കറ്റ് അല്ലെങ്കിൽ ബെഡിൽ പമ്പ് കമ്മീഷൻ ചെയ്യുക. ഇത് ചെയ്യുന്നതിനാവശ്യമായ ഉപകരണങ്ങൾ നമുക്ക് ശേഖരിക്കാം. സ്റ്റീൽ ടേപ്പ്, ടാപ്പ് സെറ്റ്, ഹാക്സോ ഫ്രെയിം വിത്ത് ബ്ലേഡ്, പൈപ്പ് റഞ്ച്, റാച്ചറ്റ് ഡൈ സെറ്റ്, സ്ക്രൂ ഡ്രൈവർ, ബോൾ പിൻ ഹാമർ, കോൾഡ് ചിസൽ, സ്പാനർ സെറ്റ്, ഷവൽ, സ്പേഡ്, ക്രോബാർ, ട്രോവൽ, മോട്ടോർ പാൻ, സ്പിരിറ്റ് ലെവൽ, ഫീലർ ഗേജ്, ടിൻ ബോണ്ട്, ഇന്ത്യ മാർക്ക് സ്പെഷ്യൽ ടൂൾ കിറ്റ്, പൈപ്പ് വൈസ്, ബോർ ക്ലാമ്പ്, cutting pliers, Allen key, knife or wire cutter, water pump plier, plumb bob, centrifugal pump, motor, foundation template bolt and nuts, gland rope, reciprocating hand pump, reciprocating power operated pump, monoblock pump set, submersible pump, jet pump 1 horsepower, jet pump 150 to 1.5 horsepower, Teflon tape as required, insulation tape as required, NR valve as required, poly safety rope as required, cable tag as required, GI pipe as required, foot valve as required, non-return valve vertical type as required, non-return valve horizontal type as required, bend, flange, socket, elbow and union as required, gate valve as required, couplings as required, sand concrete as required, strainer, gasket washer as required, rigid couplings as required, lubricating oil as required, grease as required, flange washer as required, union as required, pipe nipple as required, ball valve as required, flow control valve as required, ankle and ankle bolt nuts as required, saddle piece as required, gunmetal ferrule as required, water meter as required, elbow PVC as required, solvent cement as required, tea as required, blue metals as required, ഇന്ത്യ മാർക്ക് ഹാൻഡ് പമ്പ്, റബ്ബർ വാഷർ, വാട്ടർ മീറ്ററിന്റെ സർവീസിംഗും ഫിക്സിംഗും. ശരിയായ ഉപകരണങ്ങളും മെറ്റീരിയലുകളും ക്രമീകരിക്കുക. മെയിൻ ലൈൻ വാൽവ് അടയ്ക്കുക. മെയിൻ ലൈനിൽ ഡ്രെയിലിംഗിനും ടാപ്പിംഗിനും സ്ഥാനം അടയാളപ്പെടുത്തുക. ഒരു റാച്ചറ്റ് ബ്രേസ് ഉപയോഗിച്ച് മെയിൻ ലൈൻ തുളയ്ക്കുക. ഒരു ടാപ്പർ പൈപ്പ് ടാപ്പ് ഉപയോഗിച്ച് ഇന്റേണൽ ത്രെഡുകൾ മുറിക്കുക. മെയിൻ ലൈനിൽ സാഡിൽ പീസ് ബന്ധിപ്പിക്കുക. ആവശ്യമായ കണക്ഷൻ രൂപീകരിക്കാൻ ഒരു ഫെറിയോൾ ഘടിപ്പിക്കുക. ഫെറിയോളിലെ വാൽവ് തുറന്ന് ക്യാപ്പ് അടയ്ക്കുക. സാഡിൽ പീസിൽ നിന്ന് സർവീസ് പൈപ്പ് എടുക്കുക. വാട്ടർ മീറ്റർ ലൊക്കേഷന്റെ ഇൻലെറ്റിലും ഔട്ട്ലെറ്റിലും ഒരു സ്റ്റോപ്പ് കോക്ക് അല്ലെങ്കിൽ ഗേറ്റ് വാൽവ് ഫിക്സ് ചെയ്യുക. സ്റ്റോപ്പ് കോക്ക് അടയ്ക്കുക. വാട്ടർ മീറ്ററിന്റെ നീളവും 2 യൂണിയനുകൾ തമ്മിലുള്ള ദൂരവും അളക്കുക. പൈപ്പുകളിലേക്ക് യൂണിയൻ ടൈറ്റ് ചെയ്യുക. സോഫ്റ്റ് ലെതർ അല്ലെങ്കിൽ റബ്ബർ വാഷർ മീറ്ററിന്റെ ഒരു വശത്ത് വയ്ക്കുക. 2 യൂണിയനിടയിലുള്ള വാട്ടർ മീറ്റർ ദിശയനുസരിച്ച് ആരോ മാർക്കുമായി പൊരുത്തപ്പെടുന്നത് പോലെ ഫിക്സ് ചെയ്യുക. വാൽവ് തുറക്കുക. പൈപ്പ് ലൈനുകൾ പരിശോധിക്കുക. വാട്ടർ മീറ്ററിന് മുൻപ് ഗേറ്റ് വാൽവ് ശരിയാക്കണം. സ്വീകരിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകൾ. മെയിൻ ലൈൻ ഡ്രിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. സാഡിലിൽ ഫെറിയോൾ ഫിക്സ് ചെയ്യുക. ലൈൻ ഒരു റോഡ് മുറിച്ചു കടക്കുകയാണെങ്കിൽ ഒരു ഗൂസ് നെക്ക് ശരിയാക്കുക. വാട്ടർ മീറ്ററിന് മുൻപ് ഒരു സ്റ്റോപ്പ് കോക്ക് ബന്ധിപ്പിക്കുക.
ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ഇൻസ്റ്റലേഷൻ. ഒരു ഫൗണ്ടേഷൻ ബെഡ് ഉണ്ടാക്കുക. ബെഡിലേക്കുള്ള ഇൻസ്റ്റാളേഷൻ മെറ്റീരിയൽ തയ്യാറാക്കുക. ഒരു സിമന്റ് മോട്ടോർ ഉണ്ടാക്കുക. അനുപാതം 1:2:4. സിമന്റ് മണൽ നീലലോഹം 1:2:4. ടെംപ്ലേറ്റുകളുടെ സഹായത്തോടെ ഫൗണ്ടേഷൻ ബോൾട്ടും നട്ടും ഗ്രൗണ്ട് ചെയ്യുക. ഗ്രൗണ്ടഡ് ഏരിയയിൽ സിമന്റ് മോട്ടാർ നിറയ്ക്കുക. ടെംപ്ലേറ്റ് നീക്കം ചെയ്ത് ബെഡ് നിരപ്പാക്കുക. സ്പിരിറ്റ് ലെവലിന്റെയും ഫീലർ ഗേജിന്റെയും സഹായത്തോടെ ബെഡിൽ പമ്പും മോട്ടോറും കമ്മീഷൻ ചെയ്യുക. പമ്പ് പുള്ളിയുടെയും മോട്ടോർ പുള്ളിയുടെയും അലൈൻമെന്റ്. പമ്പ് പുള്ളിയും മോട്ടോർ പുള്ളിയും ശരിയായി കൂട്ടിച്ചേർക്കുക. ശരിയായി അലൈൻ ചെയ്തില്ലെങ്കിൽ ഇനി പറയുന്ന പ്രശ്നങ്ങളുണ്ടാകും. ലോക്ക് ജോയിന്റ് കപ്ലിംഗ് അസംബിൾ ഫെയിലിയർ. ഗ്ലാൻഡ് ഡ്രോപ്പ് ആൻഡ് ബുഷ് വർക്ക്ഔട്ട്. പഴകിയ പമ്പ് ബെയറിംഗ്. സക്ഷൻ ലൈനും ഡെലിവറി ലൈനും ബന്ധിപ്പിക്കുക. സക്ഷൻ പൈപ്പിന് ആവശ്യമായ നീളം അളക്കുക. ആവശ്യമായ പൈപ്പ് ഫിറ്റിംഗ്, വാൽവ് ഗാസ്കറ്റ് എന്നിവ തിരഞ്ഞെടുക്കുക. പമ്പിലേക്ക് ഫുഡ് വാൽവ് ഗാസ്കറ്റ്, ഫ്ലേഞ്ച്, ബെൻഡ് എന്നിവ ബന്ധിപ്പിക്കുക. ഒരു സക്ഷൻ പൈപ്പ് ലൈനിലെ ജലനിരപ്പ് നിലനിർത്താൻ ഒരു ഫുഡ് വാൽവ് സഹായിക്കുന്നു. ഡെലിവറി ടേപ്പിന് ആവശ്യമായ നീളം അളക്കുക. ആവശ്യമായ പൈപ്പ് ഫിറ്റിംഗുകളും വാൽവ് ഗാസ്കറ്റുകളും തിരഞ്ഞെടുക്കുക. ഉചിതമായ ഫിറ്റിംഗുകൾ ഉപയോഗിച്ച് ഡെലിവറി ലൈൻ നോൺ റിട്ടേൺ വാൽവിലേക്ക് ബന്ധിപ്പിക്കുക. മിക്ക NRVകളും പ്രത്യേകിച്ച് സ്പ്രിംഗ് ലോഡഡ് ഡിസ്കുള്ളവ ഒരു തിരശ്ചീന സ്ഥാനത്ത് മൗണ്ട് ചെയ്യാവുന്നതാണ്. ആക്സസ് ചെയ്യുന്നതിനും പരിപാലിക്കുന്നതിനും ഇത് സാധാരണയായി തിരഞ്ഞെടുക്കുന്നു. വൈദ്യുത കണക്ഷൻ നൽകുക. സക്ഷൻ പൈപ്പ് പ്രിമിംഗ്. സെൻട്രിഫ്യൂഗൽ പമ്പുകളിലെ ഒരു നിർണായക പ്രക്രിയയാണ് പ്രിമിംഗ്. അത് ആരംഭിക്കുന്നതിന് മുൻപ് പമ്പും സക്ഷൻ പമ്പും ദ്രാവകം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നു. പമ്പ് ഓണാക്കി സക്ഷൻ പൈപ്പും ഡെലിവറി പൈപ്പും പരിശോധിക്കുക. സേഫ്റ്റി മെഷർമെന്റ്സ്. ഡ്രൈ റൺ ഒഴിവാക്കാൻ അനുയോജ്യമായ ഹാൻഡ് ടൂൾസ് ഉപയോഗിക്കുക. ഭൂഗർഭ ജലനിരപ്പിന്റെ അടിയിൽ ഫുഡ് വാൽവ് സ്ഥാനം നിലനിർത്തുക. ഗ്ലാൻഡ് ഡ്രോപ്പ് കത്താൻ സാധ്യതയുള്ളതിനാൽ അത് മുറുകെ പിടിക്കരുത്. ഈ സിസ്റ്റങ്ങളിൽ വൈബ്രേഷൻ ഒഴിവാക്കാൻ ആവശ്യമുള്ളപ്പോൾ ബെയറിങ്ങുകളിൽ ലൂബ്രിക്കന്റുകൾ ചേർക്കുക. ഹാൻഡ് ഓപ്പറേറ്റഡ് പമ്പിന്റെ ഇൻസ്റ്റലേഷൻ. ഇൻസ്റ്റലേഷൻ മെറ്റീരിയലുകൾ തയ്യാറാക്കുക. ഫിക്സ് ചെയ്യാൻ ദ്വാരങ്ങൾ അടയാളപ്പെടുത്തുക. ടെംപ്ലേറ്റുകളുടെ സഹായത്തോടെ ഫൗണ്ടേഷൻ ബോൾട്ടും നട്ടും ഗ്രൗണ്ട് ചെയ്യുക. ഗ്രൗണ്ടഡ് ഏരിയയിൽ സിമന്റ് മോട്ടാർ നിറയ്ക്കുക. ക്യൂർ ചെയ്യാൻ അനുവദിക്കുക. ടെംപ്ലേറ്റ് നീക്കം ചെയ്ത് ബെഡ് നിരപ്പാക്കുക. ചെക്ക് വാൽവ് ഉപയോഗിച്ച് സക്ഷൻ പൈപ്പ് ഫിക്സ് ചെയ്യുക. വെയ്റ്റ് വാഷറോ എയർ വാഷറോ ഉപയോഗിച്ച് പമ്പ് ബേസ് നൽകുക. ബോൾട്ട്സും നട്ട്സും ഉപയോഗിച്ച് സിലിണ്ടർ അടിത്തട്ടിൽ ബന്ധിപ്പിക്കുക. പ്ലഞ്ചർ റോഡ് ഉപയോഗിച്ച് കപ്പ് വാഷർ കൂട്ടിച്ചേർക്കുക. ഹാൻഡ് ലിവർ ഉപയോഗിച്ച് പ്ലഞ്ചർ റോഡ് ശരിയാക്കുക. പ്ലഞ്ചർ റോഡ് അസംബ്ലി ഒരു സിലിണ്ടർ ഹെഡ് ഉപയോഗിച്ച് ബന്ധിപ്പിക്കുക. മുകളിലേക്കും താഴേക്കുമുള്ള ചലനത്തിൽ ഹാൻഡ് ലിവർ പ്രവർത്തിപ്പിക്കുക. സബ്മെർസിബിൾ പമ്പിന്റെ ഇൻസ്റ്റലേഷൻ നോക്കാം. പമ്പ് ഡിസ്ചാർജിന്റെ അറ്റത്ത് അഡാപ്റ്റർ ഫിക്സ് ചെയ്യുക. പൈപ്പിന്റെ ഒരറ്റത്ത് ആവശ്യമായ ഹോസ് ക്ലാമ്പുകൾ ഫിക്സ് ചെയ്ത് ടൈറ്റൻ ചെയ്യുക. പൈപ്പ് മൃദുവാക്കാൻ പോളിയെത്തിലീൻ പൈപ്പിൽ ചൂട് പ്രയോഗിക്കുക. അഡോപ്റ്ററിന് മുകളിൽ പോളിയെത്തിലീൻ പൈപ്പ് അമർത്തുക. അഡോപ്റ്ററിന്റെ അറ്റത്ത് പൈപ്പിന് ചുറ്റും സുരക്ഷിതമായി ക്ലാമ്പ് ശക്തമാക്കുക. കിണറിലേക്ക് പമ്പും പൈപ്പും താഴ്ത്തുക. ഒരു സബ്മെർസിബിൾ പൈപ്പ് ഡിസ്ചാർജ് പൈപ്പുമായി സുരക്ഷിതമായിരിക്കണം. പമ്പിന്റെ മുകളിൽ നിന്ന് 5 അടി ഉയരത്തിൽ ഇലക്ട്രിക്കൽ ടാപ്പ് അല്ലെങ്കിൽ സ്നാപ്പ് വയർ ടൈകൾ ഉപയോഗിച്ച് ഡിസ്ചാർജ് പൈപ്പിനൊപ്പം 3 മീറ്റർ ഇടവേളകളിൽ ഈ നടപടിക്രമം ആവർത്തിക്കുക. പമ്പ് ആവശ്യമായ ആഴത്തിലെത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ഓപ്പണിംഗിലൂടെ പൈപ്പും കേബിളും വെൽ സീൽ ചെയ്യുക. വെൽ സീൽ വെൻ ചെയ്യണം. വീട്ടിലെ ടാങ്ക് ലൊക്കേഷൻ വരെ പൈപ്പ് കണക്ഷൻ കണ്ടിന്യൂ ചെയ്യുക. ആവശ്യമെങ്കിൽ അഡീഷണൽ ക്ലാംപ്സ് ഉപയോഗിക്കുക. അടുത്തുള്ള ബോറിൽ ഡെലിവറി ലൈൻ, യൂണിയൻ ഗേറ്റ് വാൽവും നോൺ റിട്ടേൺ വാൽവും ഫിക്സ് ചെയ്യുക. ഈ വീഡിയോയിൽ താഴെ പറയുന്നവയെല്ലാം എങ്ങനെയെന്ന് നമ്മൾ ചർച്ച ചെയ്തു. CI വാട്ടർ മെയിൻ ലൈനിൽ ഒരു ടാപ്പ് ഫോം ചെയ്യുക. CI വാട്ടർ കമ്മ്യൂണിക്കേഷൻ പൈപ്പിൽ ഒരു ഫെറ്റ്യൂൾ ഫിക്സ് ചെയ്യുക. വാട്ടർ മീറ്റർ ഫിക്സ് ചെയ്യുക. കൺസ്യൂമർ പൈപ്പ് ലൈൻ ഇടുക. ബെഡ് രൂപീകരണത്തിനായി ഇൻസ്റ്റലേഷൻ മെറ്റീരിയൽ തയ്യാറാക്കുക. സെൻട്രിഫ്യൂഗൽ പമ്പും മോട്ടോറും ബെഡിലേക്ക് കമ്മീഷൻ ചെയ്യുക. സക്ഷൻ ലൈനും ഡെലിവറി ലൈനും ബന്ധിപ്പിക്കുക. ഡെലിവറി ലൈനും സക്ഷൻ ലൈനും പരിശോധിക്കുക. സബ്മെർസിബിൾ പമ്പും മോട്ടോറും കൂട്ടിച്ചേർക്കുക. കിണറിൽ പമ്പും മോട്ടോറും സ്ഥാപിക്കുക. പമ്പ് പരസ്പരം ഉപയോഗിക്കുന്നതിന് ഇൻസ്റ്റാളേഷൻ മെറ്റീരിയൽ തയ്യാറാക്കുക. വാൾ ബ്രാക്കറ്റ് അല്ലെങ്കിൽ ബെഡിൽ പമ്പ് കമ്മീഷൻ ചെയ്യുക.
നിങ്ങൾക്കിതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.